ചാമമ്പതാൽ പൊൻകുന്ന റോഡിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണിത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലോട്ട് ഇറക്കിയാണ് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് യാതൊരുവിധ അനുമതിയും വാങ്ങാതെയാണ് KSEB ഈ ഒരു അതിക്രമം കാണിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് ഒരിത്തിരി ഭൂമിയുള്ള ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളുടെ അനുവാദമില്ലാതെ നമ്മളുടെ പറമ്പിൽ KSEB ഒരു പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേ വയർ കുത്തുകയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? പലർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല. സർക്കാർ ആവശ്യത്തിന് KSEB നമ്മളുടെ പറമ്പിൽ എന്തു വേണമെങ്കിലും ചെയ്യാം എന്നൊരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കിടയിലുണ്ട്. എന്നാൽ നിയമം അതല്ല പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ അനുവാദമില്ലാതെ, പ്രത്യേകിച്ച് നമ്മൾ സ്ഥലത്തില്ലാത്ത സമയത്ത് KSEB നമ്മളുടെ പറമ്പിൽ പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ യാതൊരു കാരണവശാലും പരിഭ്രമിക്കേണ്ട എന്നുള്ളതാണ്. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് പ്രകാരം വൈദ്യുതി ലൈൻ വലിക്കാൻ അവർക്ക് അധികാരമുണ്ടെങ്കിലും സ്ഥലമുടമയുടെ എതിർപ്പ് മറികടന്ന് ബലമായി ഒരാളുടെ സ്വകാര്യ ഭൂമിയിൽ പോസ്റ്റ് ഇടാനോ സ്റ്റേ വെയർ സ്ഥാപിക്കാനോ അവർക്ക് യാതൊരു നിയമപരമായ അവകാശവുമില്ല. ഇനി ഞാനൊരു യഥാർത്ഥ സംഭവം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് കോട്ടയം വാഴൂർ ചാമമ്പതാലിൽ നിന്ന് ഉള്ള ഒരു ദൃശ്യമാണ്. ചാമമ്പതാൽ പൊൻകുന്ന റോഡിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണിത്. റോഡിനോട് ചേർന്ന് PWയുടെ ഒരു കെട്ടുണ്ട്. അതിന് തൊട്ടു താഴെയായിട്ട് സ്ഥലമുടമയുടെ യാതൊരുവിധ അനുവാദവും ചോദിക്കാതെ KSEB ഈ ഒരു പോസ്റ്റും സ്റ്റേ വെയറും നാട്ടിയിരിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. PWയുടെ കെട്ട് ഉള്ളത് കാരണം കെട്ടിൽ പൊളിച്ചിടാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവർ കെട്ടിന് താഴെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലോട്ട് ഇറക്കിയാണ് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. തുടർന്ന് ഇതിൻ്റെ സ്റ്റേ വെയർ അദ്ദേഹത്തിൻ്റെ പറമ്പിൻ്റെ നടുവിലായിട്ട് അടിച്ചും വെച്ചിരിക്കുന്നു. ഇത് യാതൊരുവിധ അനുമതിയും വാങ്ങാതെയാണ് KSEB ഈ ഒരു അതിക്രമം കാണിച്ചിരിക്കുന്നത്. സ്ഥലയുടമ അറിയാതെ ഈ ഒരു പണികൾ മുഴുവൻ നടന്നത്. നിലവിൽ ഈ ഒരു വിഷയത്തിൽ സ്ഥലമുടമ പരാതി നൽകുകയും നിയമപരമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ നാട്ടിൽ പലയിടത്തും സാധാരണക്കാർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇതിൻ്റെ നിയമപരമായ വശങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങളുടെ അറിവില്ലാതെ പോസ്റ്റ് ഇട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് അടുത്തുള്ള KSEB അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകുക എന്നുള്ളതാണ്. എൻ്റെ അനുവാദമില്ലാതെയാണ് ഇത് ചെയ്തതെന്ന് ഈ പരാതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കണം. നിങ്ങളിങ്ങനെ ഒരു തടസ്സവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പോസ്റ്റിലൂടെ ലൈൻ വലിക്കാനോ പണി തുടരാനോ KSEBക്ക് പിന്നീട് കഴിയില്ല. പിന്നീട് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ADMൻ്റെ, അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് വാങ്ങേണ്ടി വരും. ADM നിങ്ങളെയും KSEB ഉദ്യോഗസ്ഥരെയും നേരിട്ട് വിളിച്ചു വരുത്തി നിങ്ങളുടെ ഭാഗം കൂടെ കേട്ട ശേഷം മാത്രമായിരിക്കും ഇതിലൊരു തീരുമാനമെടുക്കുകയുള്ളൂ. ആ സമയത്ത് നിങ്ങളുടെ സ്ഥലത്തിന് ഏറ്റവും കുറവ് നാശനഷ്ടം ഉണ്ടാകുന്ന മറ്റൊരു വഴി നിങ്ങൾക്ക് ADMന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ട്രാൻസ്ഫോമർ പോലെയുള്ള വലിയ സംഭവങ്ങളാണ് നിങ്ങളുടെ അനുവാദമില്ലാതെ വെച്ചതെങ്കിലും ഇതേ നിയമം തന്നെയാണ് ബാധകമാകുന്നത്. സ്ഥലമുടമയുടെ സമ്മതമില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ട്രാൻസ്ഫോമർ വയ്ക്കാൻ അവർക്ക് ഒട്ടും അധികാരമില്ല. നമ്മളില്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്താൽ തന്നെ നിയമപരമായി നീങ്ങി അത് മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. ഇനിയിപ്പോൾ ലൈൻ വലിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ പറമ്പിലെ തെങ്ങോ റബ്ബറോ മറ്റു മരങ്ങളോ ഒക്കെ മുറിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ലൈൻ പോകുന്നത് കൊണ്ട് നിങ്ങളുടെ സ്ഥലത്തിന് വില കുറയുകയോ ഒക്കെ ചെയ്താൽ അതിന് കൃത്യമായി നഷ്ടപരിഹാരം ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. പലപ്പോഴും മരങ്ങൾ മുറിക്കുമ്പോൾ KSEB വളരെ ചെറിയ തുകയായിരിക്കും നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിരിക്കുന്നത്. ആ തുക പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അർഹമായ വലിയ തുക നേടിയെടുക്കാൻ നിങ്ങൾക്ക് ജില്ലാ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കേസുകളിൽ കോടതി സാധാരണയായ സ്ഥലമുടമയ്ക്ക് അനുകൂലമായാണ് വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പറമ്പിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ KSEB വന്ന് എന്തെങ്കിലും ചെയ്താൽ മിണ്ടാതിരിക്കരുത്. നിയമപരമായി തന്നെ അതിനെ നേരിടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ പറമ്പിലെ കൃഷികൾ വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവ വെട്ടിമാറ്റുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സ്ഥലമുടമ
സ്ഥലത്തില്ലാഞ്ഞ സമയം നോക്കി അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ പോസ്റ്റ് നാട്ടിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അത് മറ്റുള്ളവർക്കും ഇതൊരു അറിവായിരിക്കും. അപ്പോൾ ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ. കുറേ എടുത്തിട്ടുണ്ട്.